ഫ്രണ്ട്സ്, നമസ്തേ. ലൈഫ് ഓഫ് ഹെമയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, ഒരു ഫുൾ മൂൺ കാണാനുണ്ടോ? ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയാണ് അവിട്ടം ദിനത്തിൽ. ഇന്ന് ഇവിടെ തൃശ്ശൂരൊക്കെ നല്ല ആഘോഷങ്ങളല്ലേ, ഇപ്പം ചുമ്മാ അങ്ങനെ നടക്കാം എന്ന് വിചാരിച്ചു. ഞാനുണ്ട്, ഹസ്ബൻഡും എൻ്റെ മോളും ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ. അമ്മോ വാ. അപ്പോൾ അതാ കാർത്യായനി അമ്പലത്തിൻ്റെ അടുത്തെത്തി ഞങ്ങൾ. കാർത്യായനി ടെമ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ അയ്യന്തോൾ, അയ്യനെ തോളിലേറ്റിയ കാർത്യായനി ഭഗവതി അസുരനോട് യുദ്ധം ജയിച്ചു എന്നാണ് ഐതിഹ്യം. മനസ്സിലായോ? ആ കാർത്യായനി അമ്മയുടെ ക്ഷേത്രമാണ്, അതിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അതിനടുത്താണ് എൻ്റെ വീട്. കണ്ടോ? എല്ലാവരും ഓണാഘോഷ പരിപാടികളിലല്ലേ? ചാനൽ കാണണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ മനസ്സിന് ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ആദ്യം തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാക്കണം, കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടണം, വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം എന്ന 2 തരം വിശ്വാസമുണ്ട്. ഒന്ന് അവനവനിൽ തന്നെ ഉള്ള വിശ്വാസം, തന്നിലുള്ള വിശ്വാസം. പിന്നെ ഒന്ന് ഭക്തി, അല്ലേ? അതായത് ഈശ്വരനോടുള്ള വിശ്വാസം. അപ്പോൾ ആദ്യത്തെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് അവനവനോടുള്ള വിശ്വാസമാണ്. കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടുമ്പോൾ നമുക്ക് തീർച്ചയായും ആത്മവിശ്വാസം കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും. അപ്പോൾ നമുക്ക് 100 വയസ്സ് വരെ ജീവിക്കാം. അപ്പോൾ ദിവസവും നമുക്ക് അതിൻ്റെ ഓരോ ടിപ്സും ട്രിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യണം, ചാനൽ കാണണം കേട്ടോ. ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ കാർത്യായനി ദേവിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വ്യായാമം ചെയ്യുക. മറ്റൊരു ടിപ്സാണ് വ്യായാമം. ആത്മവിശ്വാസം വളർത്തുക, അവനവനിലുള്ള ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഭക്തി കൊണ്ട് സാധിക്കും. ക്ഷേത്രങ്ങൾ എന്നാൽ നമുക്ക് എന്താണ്? നമുക്ക് മെഡിറ്റേഷൻ പവർ ലഭിക്കാനുള്ള, മെഡിറ്റേഷൻ അല്ലേ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും കേട്ടോ, കാർത്യായനി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ധനലക്ഷ്മി 2 സൈഡിലും ദേവിമാരെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊടിമരം അമ്മ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്. കണ്ടോ? അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ ശുഭരാത്രി. അമ്മൂസേ ഹായ് പറ, പപ്പോട് പറ. എൻ്റെ മോളും ഹസ്ബൻഡും കൂടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിനെ ശാന്താക്കാൻ എങ്ങനെയൊക്കെ ശ്രമിക്കുന്നു. അപ്പോൾ 100 വയസ്സ് വരെ ജീവിക്കാം, രോഗമില്ലാതെ നല്ല ശാന്തി സമാധാനത്തോട് കൂടിയിട്ട്. നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുക, തമ്മിൽ വഴക്കും ഒന്നുമില്ലാതെ കലഹിക്കാതെ പ്രണയിക്കുക, പ്രകൃതിയെ പ്രണയിക്കുക, അവനവനെ പ്രണയിക്കുക, വീട്ടിലുള്ളവരെല്ലാം പ്രണയിക്കുക. ഓക്കെ, ഫ്രണ്ട്സിനെ പ്രണയിക്കുക നല്ല രീതിയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബൈ.